നമസ്കാരം പ്രിയപ്പെട്ടവരെ, പതിവ് പോലെ വോട്ട് വർത്തമാനത്തിലേക്ക് സ്വാഗതം. അടുത്ത ലോക്സഭാ മണ്ഡലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാനും ജോയലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല ലോക്സഭാ മണ്ഡലങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള അവലോകനങ്ങളാണ് നടത്തി വരുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ വടകരയെ പറ്റിയാണ് സംസാരിച്ചത്. വടകരയിൽ നമ്മൾ പോകുന്നത് കോഴിക്കോടിലേക്കാണ്. കോഴിക്കോട് മലബാറിൻ്റെ തലസ്ഥാനം. എങ്ങനെയാണ് കോഴിക്കോടിലേക്ക് നമ്മൾ കയറുമ്പോൾ ആദ്യത്തെ നിയമസഭാ മണ്ഡലം ഏതായിരിക്കണം ജോയൽ? നമുക്ക് കോഴിക്കോട് നോർത്ത് തന്നെ എടുക്കാം. ഇപ്പോൾ തോട്ടത്തിൽ രവീന്ദ്രനാണ് അവിടെ അല്ലേ? അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത്. അതെ, ഇത്തവണ വളരെ ടൈറ്റ് ആയിട്ടൊരു മത്സരം നടക്കാൻ സാധ്യതയുള്ള നിയോജക മണ്ഡലം തന്നെയായിരിക്കും കോഴിക്കോട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതിന് പ്രധാനപ്പെട്ട കാരണം UDFന്റെ കാൻഡിഡേറ്റ് തന്നെയാണ്. ജയന്ത് എന്ന് പറയുന്നത് മണ്ഡലത്തിൽ വളരെയധികം സ്വാധീനമുള്ളൊരു നേതാവാണ്. പ്രതിഭടന അറിയായിരിക്കും. കെ സുധാകരന്റെ ഏറ്റവും അടുത്ത ആളാണ് ഈ ജയന്ത് എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹമായിരുന്നു ഒരുപക്ഷെ MK രാഘവൻ മാറുകയായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടിയിരിക്കുന്നത്. അപ്പം കെ സുധാകരൻ വളരെയധികം പ്രഷറൈസ് ചെയ്തെന്ന് പോലും നമുക്ക് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ 5-6 വർഷമായിട്ട് ജയന്ത് അവിടെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. തോട്ടത്തിൽ രവീന്ദ്രനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തോട്ടത്തിൽ രവീന്ദ്രന്റെ ഒരു കമ്പാരിസൺ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് അവിടെ MLA ആയിരുന്ന പ്രദീപ് കുമാറുമായി തോട്ടത്തിൽ രവീന്ദ്രന് വളരെ ഒരു കമ്പാരിസൺ വരികയും അത് തോട്ടത്തിൽ രവീന്ദ്രൻ അവിടെ ഒരു നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ള സാഹചര്യം നോക്കുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കി കഴിഞ്ഞാൽ LDFന് അവിടെ എഡ്ജ് ഉണ്ട്. പക്ഷെ അതൊരു ചെറിയ എഡ്ജാണ്. 2000 വോട്ടിന് താഴെയുള്ളൊരു എഡ്ജ് എന്ന് പറയുമ്പോൾ അത് ഒരു കാൻഡിഡേറ്റിന്റെ മികവ് കൊണ്ട് ഒരു പക്ഷേ UDFന് മറികടക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ ആ മണ്ഡല പുനർനിർമ്മാണത്തിന് ശേഷമുള്ള ഈ മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് പഴയ കോഴിക്കോട് മണ്ഡലം അല്ല, ഇന്നത്തെ കോഴിക്കോട് നോർത്ത് മണ്ഡലം എന്ന് പറയുന്നത്. 2011 ഡീലിമിറ്റേഷന് ശേഷം വന്ന കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് കോൺഗ്രസിനും ജയിക്കാൻ സാധിക്കുന്ന ഒരു ഫൈറ്റിംഗ് സീറ്റ് ആയിരുന്നു ഈ മണ്ഡലം എന്ന് പറയുന്നത്. പക്ഷെ കോൺഗ്രസിന്റെ അവസാനത്തെ MLA പോലും എനിക്ക് തോന്നുന്നു, എനിക്ക് നല്ല ഉറപ്പില്ല, കോഴിക്കോട്ടെ അവസാനത്തെ MLA പോലും ഈ മണ്ഡലത്തിൽ നിന്നായിരുന്നു. പുനർനിർമ്മാണത്തിന് ശേഷം മണ്ഡലത്തിന്റെ സ്വഭാവം കുറേയൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പൊളിറ്റിക്കൽ വോട്ടുകൾ കൃത്യമായി വീഴുകയാണെങ്കിൽ LDF വിജയിക്കാവുന്ന ഒരു മണ്ഡലമാണ്. പക്ഷെ ന്യൂനപക്ഷ കൺസോളിഡേഷൻ വൻതോതിൽ ബാധിച്ചു വന്നു കഴിഞ്ഞാൽ UDFനും ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ LDFന് മേൽക്കോയ്മയുള്ള ഒരു മണ്ഡലം, പാർട്ടി വോട്ടുകൾ ഉള്ളൊരു മണ്ഡലം എന്നുള്ള രീതിയിൽ പക്ഷെ പാർട്ടി വോട്ടുകൾ ഇത്തവണ വലിയ തോതിൽ ബാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം പാർട്ടിക്കാർക്ക് തന്നെ ഉണ്ടാകുന്നൊരു മടുപ്പ്, അല്ലെങ്കിൽ ഒരു തവണയും കൂടെ സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാകുന്നൊരു ഒരു തവണയും കൂടെ പാർട്ടി വിജയിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കാർക്ക് തന്നെ അവരുടെ സ്വത്വം നഷ്ടപ്പെടുമോ എന്നൊരു അവസ്ഥ അവരുടെ ഉള്ളിലുണ്ട്. ഇത്തവണ UDFന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് പാർട്ടി വോട്ടുകൾ ഒരു പരിധി വരെ മറിയാൻ സാധ്യത ഉണ്ട് എന്നതാണ്. അപ്പം അങ്ങനെ മറിയേ അല്ലെങ്കിൽ കുറെ പേരെങ്കിലും വോട്ട് ചെയ്യാൻ പോവാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം വരും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മണ്ഡലത്തിന്റെ സ്വഭാവം വെച്ചിട്ട് മാത്രം പറയാൻ സാധിക്കും LDFന് ചെറിയൊരു എഡ്ജ് ഉള്ളൊരു മണ്ഡലമാണ്. ഇപ്പോൾ അത് പക്ഷേ വലിയ എഡ്ജൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലം വളരെ ടൈറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റിൽ നമുക്ക് ആര് വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു മണ്ഡലമാണ് ഇത്തവണ കോഴിക്കോട് നോർത്തിലെ എലക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയായിരിക്കും. തീർച്ചയായിട്ടും ഇപ്പോൾ ജോയൽ പറയുന്നത് കോഴിക്കോട് നോർത്ത് തോട്ടത്തിൽ രവീന്ദ്രനും അതുപോലെ ജയന്തും മത്സരിക്കുന്ന അവിടെ വളരെ ടൈറ്റായ ഒരു മത്സരമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നതെന്നാണ് അല്ലേ? എൻ്റെ അടുത്ത് കോഴിക്കോട് സൗത്തിലേക്ക് പോകാം അല്ലേ? അവിടെ അഹമ്മദ് ദേവർ കോവിലാണ്. അദ്ദേഹത്തിനെതിരെ മത്സരിക്കുക ഫൈസൽ ബാബുവാണ് അല്ലേ? എന്താണ് അവിടുത്തെ സാഹചര്യം? ഫൈസൽ ബാബു വളരെ യങ്ങായിട്ടൊരു കാൻഡിഡേറ്റ് ആണ്. MK മുനീർ മത്സരിക്കുമെന്നൊരു സാഹചര്യത്തിൽ മണ്ഡലം ഓൾറെഡി മുസ്ലിം ലീഗ് ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വരികയും ആ മണ്ഡലത്തിൽ ഫൈസൽ ബാബു മത്സരിക്കുകയും ചെയ്തു. ഫൈസൽ ബാബു തന്നെ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിലെ കുയാപ്പിളയാണ് പുള്ളി എന്നാണ് പുള്ളി സ്വയമേ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ പൊളിറ്റിക്കലി വോട്ടുകൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് സൗത്ത് മണ്ഡലം ശരിക്കും UDFന് അനുകൂലമായിട്ടൊരു നിയോജക മണ്ഡലമാണ്. അത്യാവശ്യം നല്ല ലീഡ് UDF കാൻഡിഡേറ്റിന്, പ്രത്യേകിച്ച് ഫൈസൽ ബാബുവിനെ പോലെ ഒരു യങ് കാൻഡിഡേറ്റ് നിൽക്കുമ്പോൾ വിജയിക്കാവുന്നതാണ്. പക്ഷെ കഴിഞ്ഞ തവണ എന്താണ് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മുബീറ റഷീദ് എന്ന സ്ഥാനാർത്ഥിയായിരുന്നു ആ മണ്ഡലത്തില് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് മത്സരിച്ചത്, അതായത് UDFന് വേണ്ടി മത്സരിച്ചത്. ഇതൊരു വലതുപക്ഷ ചിന്താഗതിയുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ പൊതുവെ ഒരു വനിതയ്ക്ക് വോട്ട് ചെയ്യാൻ സാധ്യത വലതുപക്ഷ സ്വഭാവമുള്ളൊരു മണ്ഡലമായതുകൊണ്ട് തന്നെ അവർ ട്രഡീഷണലി ചിന്തിക്കുന്നവരാണ്. ഞാൻ കഴിഞ്ഞ വർഷത്തെ ഒരു കോൺട്രാസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്.
അപ്പം ആ ഒരു കാര്യം പിന്നെ INLന്റെ സ്ഥാനാർത്ഥിയായ അഹമ്മദ് ദേവർകോവിലായിരുന്നു മത്സരിച്ചത്. അതുകൊണ്ട് പിന്നെ ഒരു ഇടത് തരംഗം കൂടിയായിരുന്നു. അപ്പം ഈ ഒരു 3-4 കാര്യങ്ങൾ ഒരുമിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ തവണ അഹമ്മദ് ദേവർകോവില് ആ മണ്ഡലത്തിൽ വിജയിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഈ തവണ അതല്ല. ഫൈസൽ ബാബുവിനെ പോലെ ഒരു കാൻഡിഡേറ്റും ഒരു UDFന്റെ ഒരു ട്രെൻഡ് പൊതുവെ കോഴിക്കോട് ജില്ലയിൽ കണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ UDFന് അനുകൂലമായി തന്നെ ഈ മണ്ഡലം നിൽക്കാനാണ് സാധ്യത കൂടുതൽ. ഒരുപക്ഷെ അവർ തന്നെ വിജയിക്കും. തീർച്ചയായിട്ടും കോഴിക്കോട് സൗത്തിനെ പറ്റിയാണ് പറഞ്ഞത്. അവിടെ UDFന് തന്നെയാണ് സാധ്യത എന്നാണ് ജോയലിൻ്റെ വിലയിരുത്തൽ. നമുക്ക് നോക്കിക്കാണാം. അടുത്ത മണ്ഡലം തൊട്ടടുത്തുള്ള മറ്റൊരു മണ്ഡലമാണ്, വളരെ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമാണ്. PM മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന ബേപ്പൂർ. അവിടെ ഇപ്രാവശ്യം PV അൻവറാണ് അദ്ദേഹത്തിന് ഓപ്പോസിറ്റായി വരുന്നത്. എങ്ങനെയാണ് അവിടുത്തെ സാധ്യതകൾ? ഈ മണ്ഡലം പൊതുവെ ഇടതുപക്ഷത്തിന് ഒരുപാട് അനുകൂലമായിട്ടുള്ളൊരു നിയോജക മണ്ഡലമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷമൊക്കെ വളരെ കുറവായിരുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു 3000 വോട്ടിന്റെ മാത്രം ലീഡ് LDFന് ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ അത് ഒരു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ട് മാത്രമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ നമ്മൾ നോക്കി കാണേണ്ട കാര്യം PV അൻവറിന് മുസ്ലിം വോട്ടുകൾ ഫുള്ളി കൺസോൾട്ടേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നതൊരു ചോദ്യമാണ്. കാരണം മുഹമ്മദ് റിയാസ് ആണ് മത്സരിക്കുന്നത്. മുഹമ്മദ് റിയാസ് ആ മണ്ഡലത്തിൽ അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങളൊന്നുമില്ലായിരുന്നു. അതായത് PV അൻവർ പറയുന്ന ഒരു ആരോപണമാണ് മരുമോനിസം എന്ന് പറയുന്നത്. നമുക്ക് പക്ഷേ മുഹമ്മദ് റിയാസിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. അപ്പം മുഹമ്മദ് റിയാസ് SFIയിലൂടെ വളർന്നു വരികയും പിന്നീട് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആവുകയും അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു 2009 തോന്നുന്നു ലോക്സഭയിൽ മത്സരിച്ച് അദ്ദേഹം നിർഭാഗ്യവാനായ ഒരു സ്ഥാനാർത്ഥി. കാരണം അദ്ദേഹത്തിന്റെ അപര സ്ഥാനാർത്ഥി, നമ്മളിപ്പോൾ അപരന്മാരെ പറ്റി ഒരുപാട് സംസാരിക്കുന്ന കാലഘട്ടമാണല്ലോ, അദ്ദേഹത്തിന്റെ അപര സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് മീൻസ് MK രാഘവന് കിട്ടിയ ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ മുഹമ്മദ് റിയാസിന്റെ അപര സ്ഥാനാർത്ഥി പിടിച്ചതുകൊണ്ട് മാത്രമാണ് മുഹമ്മദ് റിയാസ് ആ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത്. MK രാഘവന് തന്നെ അത്ഭുതമായിരുന്നു. കാരണം കണ്ണൂരിൽ നിന്ന് വന്ന് കോഴിക്കോട് മത്സരിച്ചു. അപ്പം നമുക്കറിയാം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ മത്സരമായിട്ട് വരികയാണെങ്കിൽ ഈ മുഹമ്മദ് റിയാസ് എന്ന വ്യക്തിക്ക് അദ്ദേഹം മന്ത്രിയായിരുന്നത് കൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ ഇഷ്ടംപോലെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിച്ചു. പക്ഷെ ചില ഏരിയകളിലൊന്നും ഒരുപക്ഷെ അദ്ദേഹത്തിന് ടച്ച് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ആ മണ്ഡലത്തിന്റെ സ്വഭാവം, പണ്ട് കോലീബി സഖ്യം എന്ന് നമ്മൾ വിളിച്ചിരുന്ന ഒരു സഖ്യം ഉണ്ടായിരുന്നു. ആ ഒരു ഇലക്ഷന്റെ സമയത്ത് പോലും ബേപ്പൂർ അനുകൂലമായിട്ട് നിന്നത് LDFന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു നിയോജക മണ്ഡലത്തില് ഒരു N ബ്ലോക്കായി, അതായത് ന്യൂനപക്ഷ വിഭാഗം ഒരു N ബ്ലോക്കായി അൻവറിന്റെ കൂടെ നിൽക്കുക, അതിനൊരു സാഹചര്യമുണ്ട്. പക്ഷെ പൂർണ്ണമായി നിൽക്കുമോ എന്നതൊരു സംശയമാണ്. കാരണം PV അൻവർ ഉയർത്തിക്കൊണ്ട് വന്ന ആരോപണം തന്നെയായിരുന്നു, അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ വളരെയധികം സ്വാധീനിച്ചു. അതായത് നമ്മുടെ മുഖ്യമന്ത്രി RSSുമായി ഒരു ഡീലുണ്ട് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു PV അൻവർ എന്ന് ചൂണ്ടിക്കാണിച്ചു. അതിപ്പോഴും വിശ്വസിക്കുന്ന ചിലരെല്ലാം ആ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിൽ ഉണ്ട് എന്നത് ഒരു കാര്യമാണ്. പക്ഷേ ഒരു തവണ ഒരിച്ച് മുമ്പ് ഒരിക്കലും വിജയിക്കാത്ത ഒരു മണ്ഡലം എന്ന നിലയിൽ UDFന് കമ്പാരിറ്റീവ്ലി ഈ മണ്ഡലം കുറച്ച് പാടാണ്. PV അൻവർ എന്നുള്ള സ്ഥാനാർത്ഥിത്വം ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിക്കും, എന്നാലും വിജയത്തെ തടയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഹമ്മദ് റിയാസ് തന്നെ വിജയിച്ച് കയറാനാണ് സാധ്യത. ബേപ്പൂരിനെ പറ്റിയാണ് പറഞ്ഞത്. ബേപ്പൂരിൽ PM മുഹമ്മദ് റിയാസിനെ തന്നെയാണ് ഞങ്ങളും സാധ്യത കൽപ്പിക്കുന്നത്. അടുത്ത മണ്ഡലം AK ശശീന്ദ്രൻ്റെ മണ്ഡലമാണ്, ഏലത്ത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സിനിമ കണ്ടത് ഓർമ്മയുണ്ട്. 10-15 വർഷം മുമ്പും അതേ ചുമരെഴുത്ത്, അതേ ചിത്രം, അതേ ശശീന്ദ്രൻ. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? പ്രശ്നം വിദ്യാബാലകൃഷ്ണനാണ് UDFന് വേണ്ടി മത്സരിക്കുന്നത്. കേരളത്തിലെ LDFന് അനുകൂലമായ മണ്ഡല പുനർക്രമീകരണത്തിന് ശേഷം വന്നിട്ടുള്ള നമ്പർ 1 മണ്ഡലങ്ങളിൽ ഒന്നാണ് എലത്തൂർ എന്ന് പറയുന്ന മണ്ഡലം എന്ന് പറയുന്നത്. ഈ മണ്ഡലത്തിൽ AK ശശീന്ദ്രൻ ഒരു ലക്കി കാൻഡിഡേറ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതുപോലെ ഒരു മണ്ഡലം ഒരു ഘടകകക്ഷിക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ, കാരണം അതിന്റെ ഇടത് സ്വഭാവം അത്രത്തോളം ഉള്ളൊരു നിയോജക മണ്ഡലമാണ്. ബേപ്പൂരിന്റെ തന്നെ പണ്ടത്തെ ബേപ്പൂരല്ല ഒരുപക്ഷെ ഇന്നത്തെ ബേപ്പൂർ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇടതുപക്ഷത്തിന്റെ ഏറ്റവും സപ്പോർട്ട് ഉണ്ടായിരുന്ന കുറച്ച് ഏരിയകൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഏരിയയും പിന്നെ കുന്നമംഗലത്തിന്റെ കുറച്ച് ഏരിയ അത് ഈ എലത്തൂർ മണ്ഡലത്തിന്റെ കൂടെ കൂടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എലത്തൂരില് സാധാരണ നോർമൽ കേസിൽ AK ശശീന്ദ്രൻ എന്ന കാൻഡിഡേറ്റിനെ തോൽപ്പിക്കാൻ വളരെ പാടാണ്. പിന്നെ UDF സാധാരണ ഈ സീറ്റ് കൊടുത്തിരുന്നത് ഘടകകക്ഷികൾക്കാണ്. അതെ. അപ്പം പക്ഷെ കഴിഞ്ഞ തവണ നമുക്ക് ഓർക്കാം, നമ്മുടെ
മാണി സി കാപ്പന്റെ പാർട്ടി NCK ആയിട്ട് NCK. ഇപ്പൊ അതിന്റെ പാർട്ടിയുടെ പേരൊക്കെ മാറി KDP എന്നൊക്കെയായിരുന്നു. അപ്പം NCKയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു കഴിഞ്ഞ തവണ. അതും കായംകുളത്തുനിന്ന് വന്ന് മത്സരിക്കുകയായിരുന്നു. അപ്പം പ്രാദേശിക വികാരം ശക്തമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് AK ശശീന്ദ്രന്റെ ഭൂരിപക്ഷം ആ തരംഗത്തിൽ 38,000 വോട്ടിന് മുകളിൽ വന്നത്. ഇത്തവണ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ വിദ്യാ ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് ആണ്. പക്ഷെ ഇവിടെ AK ശശീന്ദ്രൻ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടി, ഇത് ചെറിയൊരു പാർട്ടിയാണെന്ന് പറഞ്ഞാൽ പോലും NCP, അത് തന്നെ 2 വിഭാഗമാണ്, അജിത് പവാർ വിഭാഗവും ശരത് പവാർ വിഭാഗവും. അപ്പം അതില് കഴിഞ്ഞ തവണയെല്ലാം ശശീന്ദ്രൻ മത്സരിച്ചുകൊണ്ടിരുന്ന ചിഹ്നം എന്ന് പറഞ്ഞ ക്ലോക്ക് ചിഹ്നമായിരുന്നു. ഇത്തവണ അദ്ദേഹത്തിന്റെ അതേ പേരിലുള്ള AK ശശീന്ദ്രന് പകരം PK ശശീന്ദ്രൻ എന്നുള്ള പേരിലുള്ള ഒരു വിമതൻ, അതായത് അജിത് വിഭാഗത്തിന്റെ ചിഹ്നം കൊടുത്തിട്ട്, അതായത് അദ്ദേഹം മത്സരിച്ചുകൊണ്ടിരുന്ന ചിഹ്നം ഇത്തവണ നേടിയിരിക്കുന്നത് PK ശശീന്ദ്രനാണ്. അങ്ങനെയൊക്കെയുള്ള വളരെ രസകരമായിട്ടൊരു ഇലക്ഷൻ ആയിരിക്കും. കാരണം ഇതില് നമ്മൾ ഇങ്ങനത്തെ ഒരു മണ്ഡലത്തെ പറ്റിയിട്ട് പ്രധാനമായിട്ടും പറയേണ്ടത്, വികസനം എന്ന് പറയുന്ന സംഭവം വളരെ കുറവ് നടന്നിട്ടുള്ള നിയോജക മണ്ഡലം. പൊതുവെ പാർട്ടി ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ വികസനങ്ങൾ, അതായത് ഒരു മുന്നണി മാത്രം വിജയിക്കുന്ന, ഇതിപ്പം മുസ്ലിം ലീഗിന്റെ മലപ്പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലും ഇതേ പ്രശ്നം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പലരും ഈ ചിഹ്നം നോക്കി, ഇതിപ്പം NCPയുടെ ഒക്കെ സീറ്റ് ആയതുകൊണ്ട് തന്നെ രാജപാൽ ചുറ്റിക്കായിരുന്നു കണ്ണും കുട്ടി അവർ വോട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിപ്പം ആളുകൾക്ക് തന്നെ പേരും സെയിമാണ്, ചിഹ്നത്തിലെ കൺഫ്യൂഷൻ ഉണ്ട്. അത് ശക്തമായി ശശീന്ദ്രനെ ബാധിക്കേണ്ടതാണ്. പിന്നെ കഴിഞ്ഞ തവണ കോൺഗ്രസിൽ ഉണ്ടായതുപോലെ ഒരു വിഭാഗീയത ഇത്തവണ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഘടകകക്ഷിക്കല്ല സീറ്റ് കൊടുത്തത്. വളരെ നാളുകൾക്ക് ശേഷം എലത്തൂരിൽ കോൺഗ്രസ് കാൻഡിഡേറ്റിന് തന്നെ സീറ്റ് കിട്ടിയായിരുന്നു. അപ്പം കൈപ്പത്തി ചിഹ്നത്തിൽ വീരുന്ന വോട്ടുകൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ വോട്ടുകളെല്ലാം കൃത്യമായി ഇത്തവണ വീരും. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു ട്രെൻഡ് കാണിച്ചിരുന്നു. ഇത്രയും വലിയ ഇടതു സ്വഭാവമുള്ള മണ്ഡലം ആയതുകൊണ്ട് മാത്രമാണ് ഒരു 4,000-5,000 വോട്ടുകൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഡ് LDFന് കിട്ടിയത് എന്ന് പറയുമ്പോഴും ഈ വിമത മീൻസ് AK ശശീന്ദ്രനുള്ള പിന്നെ അദ്ദേഹത്തിന്റെ ഇമേജും വളരെയധികം ഡാമേജ് ആയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ശക്തമായ ഇടതു സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒന്നും എഫക്റ്റ് ചെയ്തില്ല എങ്കിൽ, പിന്നെ ഒരു കൺസോൾട്ടേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും വേറെ ഒന്നും എഫക്റ്റ് ചെയ്തില്ലെങ്കിൽ സാധാരണ കേസിൽ ശശീന്ദ്രൻ ജയിക്കേണ്ടതാണ്. അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. എന്നാലും ഒരു ഇന്ത്യൻസിൽ പറയുകയാണെങ്കിൽ ഇത് ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ടൈറ്റിൻ്റെ കാറ്റഗറിയിലൊക്കെ നമ്മൾ തൽക്കാലം ഇതിപ്പം കൂട്ടണ്ട. പിന്നെ ലാസ്റ്റിലത്തെ ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ക്ലിയർ പിക്ചർ നമുക്കും പറയാൻ പറ്റും. കാരണം അങ്ങനെ ഒരു മണ്ഡലമാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും നമ്മൾ സംസാരിച്ചു വന്ന ഏലത്തൂരിനെ പറ്റിയാണ്. ഏലത്തൂര് സാധാരണ ടൈറ്റ് ആവേണ്ട മണ്ഡലമല്ല, പക്ഷെ ഇങ്ങനെ വിമത ശല്യവുമൊക്കെ വന്നതുകൊണ്ട് അതിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് ഇനിയും ദിവസങ്ങൾ തെളിയിക്കണം എന്നാണ് ജോൽ പറയുന്നത്, അല്ലേ? അടുത്ത ഒരു മണ്ഡലം എന്ന് വെച്ചാൽ ബാലുശ്ശേരിയാണ്. സച്ചിൻ ദേവിൻ്റെ മണ്ഡലം. ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവ് കൂടിയാണ് സച്ചിൻ ദേവ്. അവിടെ ഇത്തവണ പുതിയ ഒരു കാൻഡിഡേറ്റ് വന്നിരിക്കുന്നു, VT സൂരജ്, UDFന് വേണ്ടി. നേരത്തെ ധർമ്മജൻ ബോൾഗാട്ടി മത്സരിച്ച ഒരു മണ്ഡലമാണ്. എന്താണ് ഇത്തവണത്തെ സാഹചര്യം? ഇത്തവണത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അട്ടിമറി നടക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നൊരു മണ്ഡലമാണ്. ഒരുപക്ഷെ VT സൂരജ് അവിടെ വിജയിച്ച് കയറാൻ നല്ല സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ സച്ചിൻ ദേവിന്റെ സമകാലീനായിട്ടുള്ള ലിൻഡോ തിരുവമ്പാടിയിൽ നടത്തിയൊരു പെർഫോമൻസ് ഉണ്ട്. ആ ഒരു പെർഫോമൻസിന്റെ ഒപ്പം സച്ചിൻ ദേവിന് എത്താൻ സാധിച്ചിട്ടില്ല എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രൻ, അദ്ദേഹത്തിന്റെ ഭാര്യ മേയറായിരുന്നു. അപ്പം ബസ് വെച്ചുണ്ടാക്കിയ ഒരു ഷോ, അപ്പം യദുവിന്റെ ഇഷ്യൂ, അതെല്ലാമാണ് കോൺഗ്രസ് അത് ശക്തമായിട്ട് മുന്നിൽ വരും. പിന്നെ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ UDFനായിരുന്നു ആ മണ്ഡലത്തിൽ ലീഡ്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു അട്ടിമറി സാധ്യത ഞാൻ മുന്നിൽ കാണുന്നത്. പിന്നെ കോൺഗ്രസ് ഒരിക്കലും വിജയിക്കാത്തൊരു മണ്ഡലം, കോൺഗ്രസ് പലപ്പോഴും പല മണ്ഡലങ്ങളും ഉപേക്ഷിക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഡീലിമിറ്റേഷന് ശേഷം ഈ മണ്ഡലം ശരിക്കും UDFനും വേണമെങ്കിൽ LDFനും പിടിക്കാവുന്ന ഒരു മണ്ഡലമായിട്ടാണ് പൊതുവെ ശരിക്കും അതിന്റെ ഡെമോഗ്രഫിയും അല്ലെങ്കിൽ ഡീലിമിറ്റേഷന് ശേഷമുള്ള പഞ്ചായത്തുകൾ മാറിയതും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ രണ്ടുപേർക്കും സ്വാഭാവികമായിട്ടും ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം. പക്ഷേ ഈ മണ്ഡലത്തിൽ എപ്പോഴും കോൺഗ്രസ് ഒരു വീക്ക് കാൻഡിഡേറ്റിനെയാണ് കൊണ്ടിടാറ്. കഴിഞ്ഞ തവണയാണെങ്കിൽ ധർമ്മജൻ ബോൾഗാട്ടി നാട്ടുകാരനോ പ്രദേശക്കാരനോ ഒന്നുമല്ല. അപ്പം അങ്ങനെ ഒരാളെ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് പൈസ പോയിട്ടുണ്ടാവും, അതല്ലാതെ വേറൊരു ഗുണം ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഇന്ന് VT സൂരജിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്.
PT സുരേഷ് ആക്ച്വലി ബേസിക്കലി പേരാമ്പ്രക്കാരനെന്ന് പറയുന്നത് ബാലുശ്ശേരിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളും എല്ലാം. ഈ മണ്ഡലവുമായി വളരെയധികം അദ്ദേഹം KSUവിന്റെ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ജില്ലാ പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മേഖല തന്നെ ഇതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ അദ്ദേഹത്തിന് വളരെയധികം പേഴ്സണൽ നോട്ടുകളുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇന്ന് രാവിലെ ഒരു മാധ്യമത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ ഒരു ഇന്റർവ്യൂ, ഇന്ന് രാവിലെ പോലും കൂലിപ്പണിക്ക് അദ്ദേഹം പോയിട്ട് ഇപ്പം അങ്ങനെയാണ് ഇപ്പോഴും പറയുകയാണെങ്കിൽ അവനെവിടെ സാധാരണ ഒരു മനുഷ്യൻ അവനെവിടെ എത്തിയിട്ടില്ല. പിന്നെ എനിക്ക് പണിക്ക് പോയാലേ കുടുംബം പോറ്റാൻ പറ്റൂ, അവന് കാര്യം ഒന്നും കൂടി ഇല്ല. പക്ഷെ അങ്ങനെ പറയുന്ന ഒരു സാധാരണക്കാരൻ്റെ ഒരു മനുഷ്യൻ, അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാള്, പിന്നെ ആ മണ്ഡലത്തിനെ അറിയാവുന്ന ഒരാള്, പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം ഉണ്ടായിട്ടുള്ള ശക്തമായ മുസ്ലിം കൺസോൾട്ടേഷൻ, ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ, അതുപോലെ തന്നെ സച്ചിൻ ദേവിനെതിരായിട്ടുള്ള അവിടുത്തെ ഒരു വികാരം. ഏലത്തൂർ പോലൊരു മണ്ഡലത്തിൽ ഒരുപക്ഷെ ഈ വികാരങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പാർട്ടി വോട്ടുകൾ ആ രീതിയിൽ പോകും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നമ്മൾ ഒരു ഞാൻ LDF എന്ന് പറയാം. കാരണം ഞാനൊരു ടൈറ്റ് എന്ന് പോലും ചെറിയ രീതിയിലേക്ക് ഞാൻ എനിക്ക് പറയാൻ സാധിച്ചത് ഈ AK ശശീന്ദ്രൻ BK ശശീന്ദ്രൻ ഒരു ആളുകൾ കൺഫ്യൂസ് ആവാൻ നല്ല ചാൻസ്. കാരണം AK ശശീന്ദ്രൻ കഴിഞ്ഞ തവണ മത്സരിച്ച ചിഹ്നമാണ്, ഇത്തവണ എതിർ സ്ഥാനാർത്ഥി ചിഹ്നം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഫാക്ട്സ് ഉണ്ട്. പക്ഷെ ബാലുശ്ശേരി എന്നുള്ള നിയോജക മണ്ഡലത്തിൽ ഇത് രണ്ടുപേർക്കും പിടിക്കാവുന്ന ഒരു മണ്ഡലമായി മാറിയ ഒരു മണ്ഡലമായതുകൊണ്ട് പക്ഷെ കോൺഗ്രസ്സുകാർ പലപ്പോഴും നെഗ്ലക്ട് ചെയ്തതുകൊണ്ട് മാത്രമായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഒരു ടൈറ്റ് ഫൈറ്റ് കൊടുക്കാൻ സാധിക്കും. ഇത്തവണ ഞാൻ അട്ടിമറി സാധ്യത കാണുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതായത് LDFന്റെ കയ്യിൽ നിന്ന് വർഷങ്ങളായിട്ടൊരു മണ്ഡലം പിടിച്ചെടുക്കാൻ UDFന് സാധ്യത കാണുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ബാലുശ്ശേരി എന്ന് പറയുന്നത്. VT സുരേഷ് ആയിരിക്കും ഒരുപക്ഷെ അവിടെ വിജയിച്ച്, ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും, എന്നാലും VT സുരേഷ് ആയിരിക്കും വിജയിച്ച് കയറാൻ സാധ്യത കൂടുതൽ. തീർച്ചയായിട്ടും ഇത്തവണ ഒരു ചേഞ്ച് ബാലുശ്ശേരിക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ജോയലിൻ്റെ ഒരു വിലയിരുത്തൽ. അടുത്ത മണ്ഡലം കുന്നമംഗലം. PT റഹീം ആണ് ഇപ്പോൾ അവിടെ MLA. ഇത്തവണ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? പ്രതിപേട്ട കുന്നമംഗലം ശക്തമായ ഒരു മത്സരം നടക്കുന്ന സ്ഥലം തന്നെയായിരിക്കും. PT റഹീം വർഷങ്ങളായി അവിടെ നിൽക്കുന്ന ഒരു MLA ആണ്. അദ്ദേഹത്തിന് അവിടെ മണ്ഡലത്തിൽ വളരെയധികം സ്വാധീനമുണ്ട്. ഇപ്പോഴും നമ്മളൊരു കാര്യം ഓർക്കുക, അദ്ദേഹം ഇപ്പോഴും മത്സരിക്കുന്ന ഇടതുവശ സ്വതന്ത്രനായിട്ടാണ്. അതെ. അപ്പം അദ്ദേഹത്തിന് അത്രത്തോളം ജനസ്വീകാര്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് കുന്നമംഗലം നേരത്തെ നമുക്ക് പറയാൻ സാധിക്കും UDF അനുകൂല മണ്ഡലമായിരുന്നു പഴയ ഡീലിമിറ്റേഷൻ മുമ്പുള്ള കുന്നമംഗലം എന്ന് പറയുന്നത്. പിന്നെ പല പഞ്ചായത്തുകളിൽ ഇപ്പോൾ കൂട്ടിച്ചേർക്കപ്പെടുകയും അങ്ങനെയൊക്കെയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ഒക്കെ ഒരു നല്ല ഫൈറ്റ് കൊടുക്കാൻ അവർ ശ്രമിച്ചിരുന്നു. അതായത് അവിടുത്തെ ലോക്കൽ ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റിനെ മുസ്ലിം ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച് ഒരു ഫൈറ്റൊക്കെ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർ അടുത്ത തരംഗത്തിന്റെ പുറത്ത് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഇത്തവണയായാലും റസാഖ് മാസ്റ്ററാണ് ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ ഡീലിമിറ്റേഷന് മുമ്പ് ഒരുപക്ഷെ കോൺഗ്രസിന് ഒരു ചെറിയ അപ്രഹാരം, അല്ലെങ്കിൽ UDFന് ഒരു ചെറിയ അപ്രഹാരം ഉണ്ടായിരുന്നൊരു മണ്ഡലം പിന്നീട് മാറ്റത്തിന് ശേഷം രണ്ടുപേർക്കും തുല്യമായി വിജയിക്കാവുന്ന ഒരു മണ്ഡലം. ഇതിൽ PT റഹീമിന്റെ പേഴ്സണൽ വോട്ടുകൾ തന്നെയായിരിക്കും, അദ്ദേഹത്തെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പേഴ്സണൽ വോട്ടുകൾ തന്നെയായിരിക്കും ഇവിടെ വലിയൊരു ഘടകം എന്ന് പറയുന്നത്. റസാഖ് മാസ്റ്റർ ആ മണ്ഡലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോഴും ഒരു കാൻഡിഡേറ്റ് സ്വന്തം പോക്കറ്റിലാക്കിയ ഒരു നിയോജക മണ്ഡലത്തിൽ എന്തുമാത്രം വേറൊരു കാൻഡിഡേറ്റിന് വന്ന് അത് പിടിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ ഇത്തവണ കുന്നമംഗലത്ത് മുസ്ലിം ലീഗിന്റെ ലാഡർ തന്നെയായിരിക്കും, ലാഡർ ചിഹ്നത്തിൽ മത്സരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്വതന്ത്ര പരീക്ഷണമായിരുന്നു നടത്തിയത്. പക്ഷെ ഇത്തവണ ചിഹ്നവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ ഒരു കൺസോൾട്ടേഷൻ വരാൻ ചാൻസ് ഉള്ളൊരു നിയോജക മണ്ഡലമാണ്. പക്ഷെ എങ്ങനെ പറയുമ്പോൾ പോലും നമ്മൾ ഈ ചില മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. PT റഹീമിന് വേറെ അനാവശ്യ ചീത്തപ്പേരുകളൊന്നും അദ്ദേഹം സമ്പാദിച്ചിട്ടില്ല, ജനങ്ങളുടെ ഉള്ളിൽ പോപ്പുലറാണ്. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം കണ്ടൊരു വലിയ ട്രെൻഡായിരുന്നു. അതായത് ഈ പരമ്പരാഗതമായി LDFന്റെ കൂടെ നിൽക്കുന്ന ഒരു ജില്ല മറിയുകയാണെങ്കിൽ, അങ്ങനെ മറിയുന്ന ആദ്യത്തെ ജില്ല എന്ന് പറയുന്നത് കോഴിക്കോടായിരിക്കും. പണ്ട് തൃശ്ശൂർ എന്ന് പറഞ്ഞ UDFന് അനുകൂലമായിട്ടുള്ള നിന്ന ജില്ല LDF പിടിച്ചെടുത്തതുപോലെ LDFന്റെ ജില്ല ഒരു പക്ഷേ കോൺഗ്രസ് UDF പിടിച്ചെടുക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് കോഴിക്കോടായിരിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളൊരു കൺക്ലൂഷനിൽ എത്തണമല്ലോ. PT റഹീമിന്റെ സ്വാധീനം അവിടെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഇതിൽ PT റഹീം വിജയിച്ച് വരെ ഇത്രയൊക്കെ സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫൈറ്റ് വരുന്നൊരു മണ്ഡലമാണ്, ഫൈറ്റിംഗ് സീറ്റുകളാണ് ഇതെല്ലാം. അപ്പം അങ്ങനെ ഒരു നിയോജക മണ്ഡലം രണ്ടുപേർക്കും വിജയിക്കാനൊരു സാഹചര്യമുള്ള ഒരു നിയോജക മണ്ഡലം കൂടിയാണ്. ഒരു സാഹചര്യത്തിൽ PT റഹീമിന്റെ ഒരു ഹെഡ്ജ് നമുക്ക് കൊടുക്കാമെങ്കിലും ഒരു ഫൈറ്റ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. PT റഹീം തന്നെ വിജയിക്കാനാണ് സാധ്യത എന്നാണ്, വളരെ ചെറിയ മാർജിനിൽ ജയിക്കാനാണ് സാധ്യത എന്നാണ് ജോയലിൻ്റെ ഒരു വിലയിരുത്തൽ. അടുത്ത മണ്ഡലം എന്ന് വെച്ചാൽ കൊടുവള്ളിയാണ്.
കൊടുവള്ളി അറിയാം, MK മുനീർ മാറി PK ഫിറോസ് അല്ലേ, പുതിയ ആളാണ്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഇത് മുസ്ലിം ലീഗിന്റെ ഒരു നിയോജകമണ്ഡലമാണ്. പൊതുവെ മുസ്ലിം ലീഗിനുള്ളിൽ തന്നെയുള്ള ഇടയ്ക്കൊക്കെ ഇത് 1-2 വട്ടം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ മുസ്ലിം ലീഗിനുള്ള പ്രാദേശിക പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ സംസ്ഥാന നേതാവായ MK മുനീറിന് ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം കൊടുത്തത്. കാരണം മുസ്ലിം ലീഗിന്റെ സേഫ് മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊടുവള്ളി എന്ന് പറയുന്നത്. അപ്പൊ ഇത്തവണ PK ഫിറോസ് ആണ് മത്സരിക്കുന്നത്. PK ഫിറോസും ആ ഒരു ലെവലിൽ നിൽക്കുന്ന നേതാവാണ്. അതുപോലെ തന്നെ ആക്ച്വലി PK ഫിറോസിന്റെ ശരിക്കുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മൾ കുറച്ചു മുമ്പേ സംസാരിച്ച കുന്നമംഗലമാണ്. അപ്പം കോഴിക്കോട് ജില്ലയുടെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് PK ഫിറോസ്. പിന്നെ മുസ്ലിം ലീഗിന്റെ ഒരു ഷുവർ സീറ്റാണ്. LDFന്റെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് സലീം മടവൂരാണ്. നമുക്കറിയാം, ചാനൽ ചർച്ചകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്ര സ്ട്രോങ് ആയിട്ടൊരു കാൻഡിഡേറ്റ് അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു വീക്ക് കാൻഡിഡേറ്റ് ആണ്. കഴിഞ്ഞ തവണ 500 വോട്ടുകൾക്ക് തവനൂരിൽ നഷ്ടപ്പെട്ട ഭാഗ്യം ഇത്തവണ കൊടുവള്ളിയിൽ അദ്ദേഹത്തിന് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു UDF ട്രെൻഡുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പിടിച്ചെടുക്കാൻ സാധിക്കും. PK ഫിറോസിന് പിടിച്ചെടുക്കാൻ സാധിക്കും. UDF തന്നെ ആയിരിക്കും ഈ മണ്ഡലത്തിൽ വിജയിക്കാൻ സാധ്യത കൂടുതൽ. നമ്മൾ പറഞ്ഞത് കൊടുവള്ളി മണ്ഡലത്തെ പറ്റിയാണത്. മുസ്ലിം ലീഗ് തന്നെ നിലനിർത്താനാണ് സാധ്യത. PK ഫിറോസ് എന്ന പുതിയ ഒരു MLA നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ് ജോയൽ പറയുന്നത്. ജോയൽ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കോഴിക്കോട് ജില്ലയെ പറ്റി നമ്മൾ പറയും, കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തെ പറ്റി പറഞ്ഞു. പക്ഷേ ഇതിലെവിടെയും നമ്മൾ പറയാത്തൊരു കക്ഷിയാണ് BJP അല്ലെങ്കിൽ NDA. NDA പറ്റി നമ്മൾ എവിടെയും സംസാരിച്ചില്ല. അവർക്ക് തീരെ സ്വാധീനം ഇല്ല എന്നാണോ? അല്ലല്ല, ബേപ്പൂർ പോലത്തുള്ള മണ്ഡലങ്ങളിലൊക്കെ BJPക്ക് നല്ല വോട്ടുണ്ട്. ഒരു പക്ഷേ PV അൻവർ ചിലപ്പം ലക്ഷ്യമിടുന്ന പോലും ആ വോട്ടുകൾ തനിക്ക് എത്തിച്ചേരുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും കൂടെ ആയിരിക്കും ഒരു പക്ഷേ. ബേപ്പൂർ പോലത്തുള്ള മണ്ഡലങ്ങൾ, കാരണം കോഴിക്കോട് നോർത്തിൽ ഇവർക്ക് നല്ല ശക്തമായ സ്വാധീനമുണ്ട്. പക്ഷെ നമ്മൾ പറയുമ്പോൾ 2 കാൻഡിഡേറ്റ്സ് ആണ് ഈ മണ്ഡലങ്ങളിൽ മെയിനായിട്ട് വരുന്നത്. കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് തന്നെ മാത്രം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. BJPക്ക് നല്ല ശക്തമായ സ്വാധീനമുള്ള പല നിയോജക മണ്ഡലങ്ങളുണ്ട്. കോഴിക്കോട് നോർത്തിൽ അവർക്ക് 30,000 വോട്ടിന്റെ വോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ MD രമേശ് ആയിരുന്നു മത്സരിച്ചത്. ഇത്തവണ മത്സരിക്കുന്നത് നവ്യ ഹരിദാസ് ആണ്. നവ്യ ഹരിദാസ് ഒരിക്കലും മോശം കാൻഡിഡേറ്റ് അല്ല. കോഴിക്കോടിന്റെ കോർപ്പറേഷനിലെ ഒരു കൗൺസിലറാണ് നവ്യ ഹരിദാസ്. ഇവർക്ക് ശക്തമായ സ്വാധീനം മണ്ഡലത്തിലുണ്ട്. പക്ഷെ ഇപ്പൊ വരുന്ന ഡയറക്ട് ഫൈറ്റ് ഒരു ട്രെൻഡ് വരുന്ന സാഹചര്യത്തിൽ UDF LDF തമ്മിലുള്ള നമ്മൾ കോഴിക്കോട് മത്സരമായിട്ടാണ് കോഴിക്കോട് മാറുന്നത്. ബേപ്പൂരിൽ ഒരു പക്ഷെ ഈ ഡീൽ എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ട് എന്ന് ഒരു പക്ഷേ നമുക്ക് ആരുമായിട്ടാണ് ഡീൽ എന്ന് അറിയില്ല. പക്ഷെ BJP കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും വോട്ടുകൾ ഇത്തവണ കിട്ടാൻ സാധ്യതയില്ല. വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, കുന്നമംഗലത്തും ഒരു നിശ്ചിത ശതമാനം BJP വോട്ടുകളുണ്ട്. പക്ഷെ അത് ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന വോട്ടുകളാണ്. അതിൽ വലിയൊരു കുതിച്ചുചാട്ടമൊന്നും BJPക്ക് വരുത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു കുതിച്ചുചാട്ടം നടക്കുകയാണെങ്കിൽ കോഴിക്കോട് നോർത്തും പിന്നെ ഒരു ഡിസൈഡിങ് ഫാക്ടർ BJP ബേപ്പൂരുമായിരിക്കും. എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ ടാലി എന്ന് പറയുന്നത്? കോഴിക്കോട് ഇപ്പോൾ നമ്മൾ 4-3 ഇപ്പം പറഞ്ഞത്. 4 LDF 3 UDF. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ നമ്മൾ 14 ഇന്നിപ്പോൾ 18-17. അപ്പോൾ LDF ആണ് മുമ്പിട്ട് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് ലോക്സഭാ മണ്ഡലം കഴിയുമ്പോൾ നമ്മുടെ ഒരു ടാലി പ്രകാരം വളരെ നെക്ക് ടു നെക്കാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 5 മണ്ഡലം മാത്രമേ ആയിട്ടുള്ളൂ, 5 ലോക്സഭാ മണ്ഡലം മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും ബാക്കി 15ഓളം മണ്ഡലങ്ങൾ ബാക്കി കിടക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു മണ്ഡലമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.